ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ കുര്യനച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. റവറൻഡ് ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന് സ്വാഗത ബുക്കെ നൽകുന്നതിന് വേണ്ടി ജോൺ ജോണിയെ കൂടി ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ ക്രിസ്റ്റോതെറാപ്പി മിഷൻ്റെ സ്കൂൾ ഓഫ് ഫുൾനെസ്സിൻ്റെ ഒക്കെ ട്രസ്റ്റിയായ പ്രിയപ്പെട്ട ശ്രീ റെനി ഈപ്പൻ, യോഗം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച അഭിമന്യ പിതാവായ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനി, കോട്ടയത്തിൻ്റെ ആരാധ്യനായ MP അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ്, സാന്നിധ്യം കൊണ്ട് ആശംസ കൊണ്ട് ധന്യമാക്കിയ ഇമ്മാനുവേൽ ഒട്ടക്കുഴി അച്ഛൻ, എൻ്റെ ഗുരുനാഥൻ കൂടിയായ കെ വർഗീസ് സാറ്, പ്രിയ സ്നേഹിതൻ മണർകാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സമാദരണീയനായ പ്രസിഡന്റ് ശ്രീ KC ബിജു, ബഹുമാന്യനായ പ്രിയപ്പെട്ട AB അല്ലപ്രാച്ചൻ, വേദിയിൽ സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരേവരുമേ, ശ്രീ കോര ജേക്കബ് ഇവിടെ ആരംഭിച്ച ഈ പ്രസ്ഥാനം, അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ അതോട് ചേർന്നായിരിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മാവിനാൽ ജ്വലിക്കപ്പെട്ടിട്ടാണ് ഇതുപോലെ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് വന്യ ഇമ്മാനുവേൽ വട്ടക്കുഴിയച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. തീർച്ചയായും ഒരു ഫൗണ്ടേഴ്സ് ഡേയിൽ ഓർക്കപ്പെടേണ്ടതും നമ്മളിൽ വിമലീകരിക്കപ്പെടേണ്ടതും പ്രബുദ്ധമാക്കപ്പെടേണ്ടതും ശക്തി എന്താണ് ഈ പ്രസ്ഥാനം ഈ ദേശത്ത് നിലകൊള്ളുമ്പോൾ നൽകേണ്ടത്? പലപ്പോഴും ദർശനം മറന്നുപോകുന്ന ഒരു കാലത്തിൻ്റെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ നിയോഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ നിയോഗം നമ്മളിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളെ ഈ ലോകത്തിൻ്റെ ഓളങ്ങൾക്ക് നടുവിൽ മറന്നുപോകുമ്പോൾ, ജീവിതത്തിൽ അങ്ങനെയൊരു പ്രത്യയശാസ്ത്രം, ഒരു ഈഥോസ് കൊണ്ടു നടക്കാത്തപ്പോൾ അതുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് ഇവിടെ എനിക്ക് മുൻപ് പ്രസംഗിച്ച എല്ലാവരും ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ആ ഉദ്യമത്തിലേക്ക് കടക്കണില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. പലപ്പോഴും സംഭവിച്ചു പോകുന്നൊരു ദുരന്തം, പ്രബലമായൊരു കഥയുണ്ടിങ്ങനെ. ഒരിക്കൽ കത്തോലിക്ക സഭയുടെ സമാരാധ്യനായ പോപ്പ് തിരുമേനിക്ക് ഹൃദയ സംബന്ധമായ ഗൗരവമായ അസുഖം പിടിപെട്ടു. അക്കാലത്ത് ഉണ്ടായിരുന്ന ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ച് വിധി എഴുതി, ഹൃദയം മാറ്റിവെക്കൽ മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. ഇന്നത്തെ പോലെ ഹൃദയം എയർ ആംബുലൻസിലൊന്നും ലഭ്യമാകുന്ന ഒരു കാലമല്ല. അതുകൊണ്ട് മാർപ്പാപ്പയ്ക്കൊരു ഹൃദയം മാറ്റിവെക്കണമെങ്കിൽ ആരെങ്കിലും അതിന് സന്നദ്ധരാവണം. ആ ഹൃദയം എടുക്കുന്നതോടുകൂടി നൽകുന്നയാൾ മരിക്കും. പക്ഷേ സഭയ്ക്ക് ആ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ആവശ്യമായിരുന്നത് കൊണ്ട് അന്നത്തെ മെത്രാൻ സമിതി കൂടി അന്ന് സഭയിൽ എത്താവുന്ന ഇടങ്ങളിലെല്ലാം അവർ ഈ വാർത്തയെത്തിച്ചു. പോപ്പ് തിരുമേനിയുടെ ഹൃദയത്തിന് പ്രയാസമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പുതിയ ഹൃദയം വെക്കുന്നതാണ് അതിന് പ്രതിവിധി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹൃദയം നൽകാൻ സന്നദ്ധരായവർ, താഴെ പറയുന്ന സ്പെസിഫിക്കേഷനുള്ള ഹൃദയം നൽകാൻ സന്നദ്ധരായവർ വിവരമറിയിക്കണം. തിരികെ വന്ന പ്രതികരണത്തിൽ മെത്രാൻ സമിതി തന്നെ ഞെട്ടിപ്പോയി. നമുക്കറിയാം, നമ്മളുടെ ഒരു പൊതു സംവിധാനത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിലെ ആ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ ആ ഉദ്യമത്തിന് വേണ്ടി ചാടിയിറങ്ങും. ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ കണ്ടതാണ്. ഇവിടെ പ്രളയമുണ്ടായപ്പോഴും
മറ്റ് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഒക്കെ ഒരുപാട് നന്മ മരങ്ങൾ എല്ലാവരും ചാടിയിറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വിഭാഗീയതയോടെ മറന്നു. പക്ഷേ എപ്പോഴത് മാറുന്നു അന്നേരം വീണ്ടും എല്ലാം സ്ഥാനം പിടിക്കും. ഇവിടെ അതുപോലൊരു പ്രതിസന്ധി ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ അന്ന് ഈ കത്ത് എത്തിയ ഇടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വന്നു. മെത്രാൻ സമിതി അമ്പരപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 5000 പേരോളമാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വന്നത്. ഞങ്ങളുടെ ഹൃദയം മാർപ്പാപ്പയ്ക്കെന്ന് ആർത്തവർ ഉച്ചത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മെത്രാൻ സമിതി ഏറെ സന്തോഷത്തിലായി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ താഴെ നിൽക്കുന്ന 5000 പേരിൽ ഒരാളുടെ ഹൃദയം മതി. എങ്ങനെയാണ് നീതിപൂർവമായൊരു തെരഞ്ഞെടുപ്പ് നടത്തുക? അതുകൊണ്ട് അവർ സമിതി കൂടി വീണ്ടും ആലോചിച്ചു. എന്നിട്ട് അവരൊരു തീരുമാനത്തിലെത്തി. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ പടം നമ്മൾ കണ്ടിട്ടുണ്ട്, പോയിട്ടുള്ളവരുണ്ടാകാം. വലിയ ഒരു ഏരിയയാണ്. അതിൻ്റെ മാർപ്പാപ്പ ദർശനം നൽകുന്നതിന് മുകളിലായിട്ട് ഒരു മട്ടുപ്പാവുണ്ട്, അവിടെ ഒരു കിളിവാതിലുണ്ട്. അപ്പോൾ ഈ മെത്രാൻ സമിതി കൂടി ആലോചിച്ചെടുത്ത് തീരുമാനം നടപ്പിലാക്കാൻ ഈ അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ ഈ മുകളിലത്തെ കിളിവാതിൽ തുറന്നു. എന്നിട്ട് താഴെ നിന്ന് ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങളാകെ സന്തോഷ നിറവിലാണ്. ഇത്രയും പേര് സഭയെ രക്ഷിക്കാനായിട്ട് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ താഴെ നിങ്ങൾ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയം ആവശ്യമില്ല, ഒരാളുടെ ഹൃദയമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്തു. ഇതിൽ ആരാണ് മാർപ്പാപ്പയ്ക്ക് ഹൃദയം കൊടുക്കാൻ യോഗ്യനെന്ന് കണ്ടെത്താൻ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് മുകളിൽ നിന്ന് ഒരു തൂവൽ താഴേക്കിടും, ഒരു പക്ഷിത്തൂവൽ. ഈ തൂവൽ ആരുടെ തലയിൽ വീഴുന്നോ അദ്ദേഹത്തിൻ്റെ ഹൃദയം മാർപ്പാപ്പയ്ക്ക്. താഴെ നിന്ന് ജനമെല്ലാം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഹൃദയം മാർപ്പാപ്പയ്ക്ക്, എൻ്റെ മേൽ ഈ തൂവൽ വീഴട്ടെ. അങ്ങനെ ഈ തൂവൽ ഈ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദിനാൾ കയ്യിലെടുത്തു. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് വിളിച്ച് ഒരൊറ്റ ഊത്തായിരുന്നു. അതിങ്ങനെ മുകളിലേക്ക് പോയി. അതിങ്ങനെ മുകളിലേക്ക് പോയി അവിടുത്തെ ഇളങ്കാറ്റിൽ ഇങ്ങനെ ആടിയാടി വന്നുകൊണ്ടിരിക്കുക. താഴെ നിൽക്കുന്നവരെല്ലാം ഈ തൂവൽ എൻ്റെ മേൽ വീഴട്ടെ, എൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രതിസന്ധിയാണല്ലോ. കുറേ നേരം ഇങ്ങനെ മുകളിലേക്ക്, തൂവൽ പതിയല്ലേ വീഴുള്ളൂ. അങ്ങനെ കുറേ നേരം മുകളിലോട്ട് നിന്നപ്പോൾ നമുക്കറിയാം കഴുത്തിനൊക്കെ വേദന എടുക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഈ വേദനയൊക്കെ എടുത്തപ്പോൾ ഒന്ന് താഴോട്ടൊക്കെ ചുറ്റുമുള്ളവരൊക്കെ നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ 30കാരനുണ്ട്, 40കാരനുണ്ട്, 50കാരനുണ്ട്, 60കാരനുണ്ട്, 70കാരനുണ്ട്. അപ്പോഴീ 30കാരൻ വിചാരിച്ചു, ശരിയാണ്, മാർപ്പാപ്പയ്ക്ക് ഹൃദയം ഇപ്പോൾ അത്യാവശ്യമാണ്. പക്ഷേ എനിക്ക് 30 വയസ്സുള്ളേ ആയുള്ളൂ, ഇപ്പോൾ നരച്ച തലമുടിയുള്ള ഒരാൾ മുമ്പിൽ നിൽക്കണോ? അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അടുത്ത മാർപ്പാപ്പയ്ക്ക് ഹൃദയം കൊടുത്താലോ? ഈ മാർപ്പാപ്പയ്ക്ക് ഈ പുള്ളി കൊടുത്തോട്ടെ, 70 വയസ്സായല്ലോ, പുള്ളി കല്യാണമൊക്കെ കഴിച്ചു, കാര്യമൊക്കെ കഴിഞ്ഞ ആളാണ്. അങ്ങനെ ചിന്തിച്ചു. 70കാരൻ നോക്കിയപ്പോൾ 50കാരൻ 60കാരനൊക്കെ ഉണ്ട്. പുള്ളി ചിന്തിച്ചു, എനിക്ക് 70 ആയുള്ളൂ, 50കാരൻ കൊടുത്താൽ എന്താ കുഴപ്പം, 60കാരൻ കൊടുത്താൽ എന്താ കുഴപ്പം? 40കാരനും ചിന്തിച്ചു അങ്ങനെ തന്നെ. ചുരുക്കം പറഞ്ഞാൽ അതുവരെ ഈ തൂവൽ എൻ്റെ മേൽ വീഴട്ടെ എന്ന് നിശബ്ദരായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇവൻ്റെ തലയിൽ വീഴണേ, ഇവൻ്റെ തലയിൽ വീഴണേ. എന്നാലോചിച്ച് നോക്കി, ഏതാണ്ട് അങ്ങനെയാണ്. പല നിയോഗങ്ങളും ഏറ്റെടുത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ രീതി അങ്ങനെ മാറും. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇങ്ങനെ ആടിയാടി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് നേരെ 50 വയസ്സുകാരൻ്റെ തലയുടെ മുകളിലോട്ട് വരാൻ തുടങ്ങി. എല്ലാവരും ആശ്വസിച്ചു. ഹോ, അങ്ങനെ ആശ്വസിച്ച് നിൽക്കുമ്പോൾ 50കാരൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗമില്ല. എല്ലാവരും തിക്കിത്തിരക്കി അവനെ എൻ്റെ കീഴെ കൊണ്ട് വെച്ചിരിക്കുക. അവൻ നോക്കിയിട്ട് ഊടി കാണാനും മാർഗ്ഗമില്ല. പിന്നെ അവനെന്താ ഇത് നേരെ മുകളിലോട്ട് നോക്കി ഒരൊറ്റ ഊത്തൂതി. അത് മുകളിലേക്ക് നോക്കി 70കാരൻ്റെ മുകളിൽ അയാൾ ഊതി, അത് 30കാരൻ്റെ മുകളിൽ അയാൾ ഊതി. ചുരുക്കം പറഞ്ഞാൽ ഈ തൂവൽ താഴെ വീണെന്ന കഥ. ഏതാണ്ട് ഇതുപോലെയാ പല മിഷനും. നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗങ്ങൾ പലതും നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ ഈത്തോസ് എന്താണ്? വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ മനോഹരമായൊരു ഭാഗമുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 2-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ ഹി ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ഹിസ് ചർച്ച്. അദ്ദേഹത്തിൻ്റെ സഭയെ ഒന്ന് അദ്ദേഹം നോക്കി, എഫേസസിലെ സഭയെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കൊന്ന് ജീവിതത്തിൽ നമ്മൾ പാലിക്കാനുള്ള കുറേ ഫ്രെയിം വർക്ക്സ് നമുക്ക് ബൈബിൾ തരുന്നുണ്ട്. എങ്ങനെയാണ് നന്നായിട്ടൊന്ന് വിമർശിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മുടെ പൊതുയോഗങ്ങളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം ഇന്ന് എല്ലായിടത്തും നഷ്ടപ്പെട്ടു പോകുന്നതാണ്.
നന്നായിട്ട് വിമർശിക്കുന്നതിന് ഒരു കലയുണ്ട്. യോഹന്നാൻ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. എഫെസസിലെ സഭയുടെ എന്തൊക്കെയാണ് നന്മ ചെയ്തതെന്ന് ആദ്യം പ്രതിപാദിച്ചു. ആൻഡ് ദെൻ ഹി സെഡ് യു ഹാവ് എ ഷോർട്ട് കമ്മിങ്. എന്നിട്ട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട്. നല്ലൊരു അഭിനന്ദനം കൊടുത്തിട്ട് പറഞ്ഞൊരു കുറവുണ്ട്. ഇനിയിപ്പം നമ്മൾ അഭിനന്ദിക്കാൻ തന്നെ മറന്നു പോവുക. ഒരു കുറവുണ്ട്. എന്നിട്ട് പറഞ്ഞു സ്നേഹം നീ വിട്ടുകളഞ്ഞു. ഈ ഫൗണ്ടേഷൻ്റെ 2024 29ാമത്തെ ഈ ഫൗണ്ടേഷൻ ഡേയിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട KM വർഗീസ് സാറ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ തകർന്ന് ഇവിടെ വന്നപ്പോൾ ആചാര്യരിൽ നമുക്ക് കിട്ടിയൊരു വെളിച്ചം അതെത്രമാത്രം ഇന്ന് നമ്മളിൽ പ്രശോഭിക്കുന്നുണ്ട്, എത്രമാത്രം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഏതൊരു മിഷനെക്കുറിച്ച് അങ്ങനെ ഒരു ഓർമ്മ നമുക്ക് വേണം. എന്നിട്ട് അതിൻ്റെ ഒരു പ്രതിവിധി കൂടെ പറയുകയാണ്. പലപ്പോഴും ക്രിറ്റിസിസത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ അങ്ങ് അവസാനിക്കുക. അങ്ങനെയല്ല. സെൻറ്റ് ജോൺ ജോസഫ് വേ നമുക്കൊരു വഴി കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരേണ്ടത്. എന്നിട്ട് പറഞ്ഞു ഏതിൽ നിന്ന് വീണെന്നോർക്കണം. ഇന്ന് രാത്രി സത്യം പറഞ്ഞാൽ ഒരു നമ്മളെ തന്നെ ഇന്ന് വിലയിരുത്തലാണ്. ഈ മിഷനിൽ നമ്മൾ ഏറ്റെടുത്തിട്ട് എവിടെയാണ് നമുക്ക് വീഴ്ച വന്നത് ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ് എന്നിട്ട് അനുദപിക്കണം, പഴയതിലേക്ക് മടങ്ങും. എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തികൾ വീണ്ടും ചെയ്യും. ഇവിടെ വന്ന് വെളിച്ചം കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു നീ, എങ്ങനെയായിരുന്നു ഞാൻ, ഈ ഒരു ആത്മവിമർശനം നടത്താതെ പോയാൽ ഫൗണ്ടേഷൻ ഡേ വെറുതെ ആവും. ആചാര്യൻ്റെ ആ ഒരു പഠിപ്പിക്കലിന് ശേഷം ഈ കാര്യങ്ങൾ പലപ്പോഴും ഇവിടെ വരാൻ സാധിച്ചപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ക്രിസ്തീയ ദർശനത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ചിന്തയാണ് തോന്നിയത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചത്. കാരണം ഇന്ന് എല്ലാ ഇടങ്ങളും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് അൺഹെൽത്തി ആയിട്ട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാത്രം അവിടെ നടക്കുമ്പോൾ ഇവിടെ ആത്മീയതയെ കാണുന്ന അവസ്ഥാനം. അതുകൊണ്ട് ആ നിലയിൽ സ്പിരിച്വാലിറ്റി ജ്വലിക്കുന്ന ആത്മീയതയിലൂടെ ഈ പ്രസ്ഥാനം എന്നും ദൈവസ്നേഹത്തിൻ്റെ തണലായിട്ട് നിലനിൽക്കട്ടെ, എന്നും കണ്ണീരൊപ്പുന്ന ഇടമായിട്ട് മാറട്ടെ. ഇവിടെ ഇന്ന് ആരംഭിച്ച ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഇനിയും ക്രിസ്തു സ്നേഹത്തിൻ്റെ സാക്ഷ്യമായി സമൂഹത്തിൽ എന്നും വിരാജിക്കട്ടെ എന്ന് എളിയ പ്രാർത്ഥനയോടുകൂടെ ആശംസ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.